ഇന്ന് ഞാൻ മാങ്ങാണ്ടിയിൽ നിന്നാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് തുടങ്ങുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് എവിടെ വെച്ച് കഴിഞ്ഞാന്തോ ഞാൻ വീണ്ടും ഈ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ, അങ്കോൺ എന്ന് പറയുന്ന നമ്മുടെ ലിമയുടെ ഉത്തര ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. ഇത് ഒരു റിട്രീറ്റ് സെൻ്ററാണ്. നമ്മുടെ കുറേ മലയാളി സിസ്റ്ററൊക്കെ ഉള്ള സ്ഥലം. സിസ്റ്റർ ഹായ്, എന്തുണ്ട് വിശേഷം? ഇങ്ങോട്ട് നോക്കാം സിസ്റ്റർ, ജാടാണിക്കതേ. എന്തുണ്ട് സുഖം തന്നെ? ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല. ഒരാഴ്ച ആയിട്ട് നിങ്ങളെയൊന്നും ഭക്ഷണം ഇല്ലല്ലോ, അതുകൊണ്ടുള്ള ക്ഷീണം. ഇനി മാറിക്കോ. കന്യാസ്ത്രീകളുടെ ഭക്ഷണം കിട്ടിയില്ല കേട്ടോ. അതാണ്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. കണ്ടില്ല, എനിക്ക് വേണ്ടി കോഫി, നേരത്തെ ഉച്ചയ്ക്ക് ചപ്പാത്തി, ചോറ്, മീൻകറി, ഇപ്പം എന്താണ്ട് മാങ്ങ, ഈവനിങ് മാങ്ങ. വേറെന്താ ഉണ്ടാക്കുന്നേ? കൊഴുക്കട്ട. അവിടെ നമ്മുടെ സിസ്റ്റർ കൊഴുക്കട്ട ഉണ്ടാക്കുവാണ്. ഇവിടെ കോഫി റെഡിയായി. താങ്ക് യു. ആളുകൾ പറയും അവന് എന്ത് സുഖമാണെന്ന് പറയും കേട്ടോ ഈ വീഡിയോ കാണുമ്പോ. അതെല്ലാം എടുത്തു വെച്ചിട്ട് അതിനെ ചൂടാറുന്നതിന് മുന്നേ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി സ്ട്രെങ്ത് കിട്ടും. അതെ അത് ചെയ്യാൻ. ഓ, ഇത്ര നേരം പാടുപെട്ട് വീഡിയോ എടുത്തൊന്നും റെക്കോർഡായില്ല. നല്ല കാര്യം, കൊള്ളാം അല്ലേ? ഞാൻ ഇത്രയും നേരം പാടുപെട്ട് വീഡിയോ എടുത്തു കേട്ടോ, അതെല്ലാം പോയി. ഇവിടെ ഇന്ന് ഞാൻ ഒന്ന് ഫ്രഷൊക്കെ ആയി. നമ്മുടെ മറ്റേ സിസ്റ്റർ അവിടെ നിന്ന് പണിയെടുക്കുവാണ് കേട്ടോ. നമ്മൾ സിസ്റ്റർമാരെ തന്നെ ഇവിടെ അടുത്തെവിടെയോ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പോവാം. ഫാം ഹൗസ് അങ്കോൺ പോർട്ടിലോട്ടാണ് നമ്മുടെ സഞ്ചാരം. സിസ്റ്റർ പോയിട്ട് വരാമേ. ടാറ്റാ, പോയിട്ട് വരാം. നമ്മുടെ ഓട്ടോയിൽ നമ്മൾ സിറ്റിയിലോട്ട് പോവാണ്. ഇവിടെ വന്നിട്ട് ഓട്ടോയിൽ കയറാൻ വേണ്ടി പറ്റി. അയ്യോ, എന്നെ പലപ്പോഴും ഓട്ടോക്കാരുടെ അസോസിയേഷൻ ജാക്കറ്റ് ഇടണം. ഏഴിലേക്ക് ഇതാണല്ലേ ഫൈൻ അടയ്ക്കണം. പോലീസ് ഇരിക്കും അതവിടെ. ഇതാണ് ഇവിടുത്തെ ഇവരുടെ കാക്കി കേട്ടോ, ഇവരുടെ യൂണിഫോം. ഇവിടത്തേക്കാണ് ചേട്ടൻ കാക്കി ഇടിപ്പിച്ചത്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ സെൻട്രൽ ഭാഗം. ഇവിടെ പ്ലായ ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഈ ഭാഗത്തോട്ട് വരും. ഇതാണ് കേട്ടോ ഇവിടുത്തെ അങ്കോണിലെ ചെറിയൊരു പ്ലാസ ഭാഗങ്ങളൊക്കെയാണ്. എല്ലാ പ്ലാസയിലും ഒരു പള്ളി കാണും, പിന്നെ നടക്കാനായിട്ടുള്ള ഒരു സ്ക്വയർ, ഒരു ചെറിയൊരു പാർക്ക്. ഇവിടെ അങ്കോൺ പ്ലാസ സെൻട്രൽ. ഇവിടെ കുറേ ചുവർ ചിത്രങ്ങളും പെയിൻറ്റിങ്ങൊക്കെ. കൊള്ളാം കേട്ടോ, നല്ലൊരു സ്ഥലം കേട്ടോ. ഈവനിങ് ഒക്കെ വന്ന് നടക്കാനും സൈക്കിൾ ഓട്ടിക്കാനും എല്ലാത്തിനും പറ്റിയൊരു നല്ല സ്ഥലം. ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റ് സംഭവങ്ങളൊക്കെ. അതാ ഈ കാണുന്ന ഭാഗത്തെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ. ഇവിടെ കുട്ടികൾ ടിക്ടോക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ ഒരു നെയിം ബോർഡ്, നമ്മുടെ അങ്കോണിൻ്റെത്. ഈ കാണുന്ന നേരെ പോകുന്ന ഒരു ചെറിയൊരു പോർട്ടാണ് ഇവിടുത്തെ. ഈ കാണുന്നതൊക്കെ നമ്മുടെ റെസ്റ്റോറൻ്റാണ്. സവിച്ച നമ്മുടെ ഫിഷിൻ്റെയൊക്കെ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ അവർ കടൽക്കരയിലുള്ള ഇത് മീനല്ലേ, മീൻ കടകൾ. ഇവിടെ നമ്മുടെ ഫിഷിൻ്റെ ഫ്രഷ് ഫിഷാണെന്ന് തോന്നുന്നു. പിടിച്ചുകൊണ്ട് വന്ന് അവർ വിൽക്കുന്ന മീനിൻ്റെ ഒരു വലിയൊരു ഏരിയ. അവിടെ അവർ വാങ്ങിച്ചാൽ അത് നന്നാക്കി കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ, വൃത്തിയാക്കി കൊടുക്കും. വേറെ എന്തോ ഒരു തരത്തിലുള്ള മീൻ. ഇത് നമ്മുടെ നീരാണ്. ഓ, ഇവിടെ നമ്മുടെ വലിയ വലിയ സ്രാവ്, ഷാർക്ക് നോക്കിക്കേ, വലിയ ഷാർക്ക്. ഇവിടെ കുറേ ബോട്ടുകൾ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ബോട്ടുകളാണ്. ഇതിന് 600 രൂപയാണ് കേട്ടോ. ഈ കാണുന്ന ഇത്രയും മീന് നമ്മുടെ നാട്ടിൽ 600 രൂപ. 600 രൂപ. 2, 3, 4, 5, 6 മീൻ.
ഇത് 12 പീസിന് 5 സോളസ്, 150 രൂപ. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ട്രിസൈക്കിൾ. നമ്മൾ ഇത് പിടിച്ചിട്ട് വേറെ എങ്ങോട്ടോ പോവാം. എന്നെ മീൻ കവർ പോലും പിടിപ്പിക്കുന്നില്ല കേട്ടോ. കൊള്ളാലോ പരിപാടി. പുള്ളിക്കാരൻ പാവനോ. Hola, buenos tardes. Saludale. Playa hermosa. Es playa de Angol. ഇവിടെ അല്ലേ? ആക്ടിവിറ്റീസ് അവർക്ക് ഇവിടെയുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ ഇഷ്ടം എന്ന് പറയുന്നത്. ഇതിൻ്റെ മീനെ ഞാനൊരിക്കൽ ചോദിച്ചു എന്താ അർത്ഥം നിമിത്തം. നമ്മുടെ സൈക്കിൾ ചേട്ടൻ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നു. ആ കാണുന്ന സ്റ്റാർ ഫുള്ളില്ലേ, അത് മലയിലുള്ള വീടുകളാണ് കേട്ടോ. ആ കാണുന്ന മഞ്ഞ കളർ ലൈറ്റെല്ലാം. പുള്ളിക്കാരൻ 15 മിനിറ്റ് സൈക്കിൾ ഓട്ടിയപ്പം പുള്ളിക്കാരന് 15 സോളസ് കിട്ടി. നല്ല കച്ചവടമുള്ള പരിപാടിയാണ്. 15 സോളസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 500 രൂപ അല്ലേ? ആണോ? അത്രയുണ്ടോ? അല്ല 15 45 45 450 രൂപ. എന്താണ് കഴിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സിസ്റ്ററിൻ്റെ അവിടെ വന്നതാണ്. വീട്ടിൽ വന്നിട്ട് നമ്മളിവിടെ പ്രൊജക്ടറിൽ സിനിമ കാണാൻ വേണ്ടി പോവാണ്. അതെ, ഇവിടെ ഏതാണ്ട് മീന്, ചോറ്, അച്ചാറ്, പാവയ്ക്ക. കണ്ട ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഭക്ഷണം. ബോൺ പ്രൊവൈച്ചോ സിസ്റ്റേഴ്സ്. Gracias. നെക്സ്റ്റ് ദിവസം രാവിലെ ആയി. ഞാനിവിടെ രാവിലെ എണീറ്റിട്ട് ഇവിടെയുള്ള മറാക്കുയൊക്കെ നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ പറക്കുവാണ്. കവർ പൊട്ടി പടച്ചോനെ. ഇവിടെ നമ്മുടെ പാഷൻ ഫ്രൂട്ട്, കോൺ, ഇതൊക്കെയാണ് പലതരത്തിലുള്ള കൃഷിയാണ്. മറാക്കുയ പറക്കിയതിന് ശേഷം ഇവിടെ പൊട്ടും മീൻകറിയുടെ ഫ്രണ്ടിലാണ്. സിസ്റ്റർ മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിസ്റ്ററിനെ ഇന്നലെ വർക്ക് ചെയ്യുന്ന കണ്ടതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്, നല്ല വീഡിയോയിൽ കാണുന്നത്. ഇവിടെ പൊട്ട്. സിസ്റ്റർ മോർണിംഗ്. Good morning. സിസ്റ്റർ മോർണിംഗ്. അവർ രാവിലെ കുർബാനയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പച്ചമുട്ട കാണുന്നത്. പച്ചമുട്ട ന്യൂട്രിയൻ്റ് ആണോ? കളർ അത് ഇവിടുത്തെ മുട്ടയാണോ? എല്ലാ കോഴികളും ഇവിടെ കോഴിയുടെ നാച്ചുറൽ എഗ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പച്ചയല്ലല്ലോ. കോഴി പച്ചയല്ല. അല്ല കോഴിയല്ല, മുട്ട. നമ്മുടെ നാട്ടിൽ ഞാനും കണ്ടിട്ടില്ല. ഇവിടെ ആ പച്ച പാത്രത്തിലെ കാണിക്കേ ഉണ്ടോ ലിസി അവിടെ? ഇതവിടെ പാത്രത്തിലുണ്ടോ? അപ്പൊ അത് കാണിക്കാം. ഈ കാണുന്നതാണ് കേട്ടോ കൂടുതൽ ആരോഗ്യപരമായിട്ടുള്ള ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള മുട്ടയാണ് ഈ പച്ചമുട്ട. നമ്മുടെ നാട്ടിലെ നാടൻ മുട്ട പോലത്തെ സാധനം. പച്ചക്കളറായിരിക്കും കണ്ട. ഇതാണ് കേട്ടോ പച്ചക്കളർ മുട്ട. കൊള്ളാലോ, നല്ല ന്യൂട്രീറ്റീവ് ആവും. ആദ്യമായിട്ട് കാണുന്നതാ പച്ചമുട്ട. ഇവിടുത്തെ സ്പെഷ്യലാണ്. ഇവനെ വിഷയണെങ്കിൽ നമ്മള് ചാടി പിടിക്കണം. അങ്ങനെ ഞാൻ ഇവിടെ പറയുകയാണ് കേട്ടോ. ഞാൻ വൈകിട്ട് നടക്കാനൊക്കെ ഒന്ന് പുറത്തു പോയിട്ട് വന്ന് നമ്മുടെ അമിക ഉണ്ട് കേട്ടോ. പുള്ളിക്കാരനെ കുറേ ദിവസത്തിന് കൊണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ബ്രോ കൊമോസാസ്, നമ്മുടെ വേറെ ബ്രോയാണ്. ഇവരിവിടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ നേരം ഇവരുടെ ഇവിടെ ഇരുന്ന് ഫുട്ബോളിൻ്റെ ഈ ഗെയിം കളിച്ചു. അതാണ്ട് GT കളിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ചൈൽഡ്ഹുഡ് ഡ്രീംസ്. നെക്സ്റ്റ് ദിവസം രാവിലെ ആയി. ഇന്ന് വെളുപ്പാങ്കാലത്ത് ഇന്നലെ രാത്രി പാതിരാത്രി പോയി എയർപോർട്ടിൽ പോയിട്ട് എൻ്റെ ഫോൺ വാങ്ങേണ്ടതാണ്. ദുബായിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിച്ചു, നാട്ടിൽ കൊടുത്തുവിട്ടു. നാട്ടിൽ നിന്ന് വേറൊരു സിസ്റ്റർ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ബട്ട് സിസ്റ്ററിൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായി. പിന്നെ രാവിലെ എത്തുമെന്ന് പറഞ്ഞാൽ അതും ലേറ്റായി. ഇനിയിപ്പോൾ 10-12 മണിയാകുമ്പോഴാണ് കേട്ടോ എത്തുന്നത്. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഇരിക്കുകയാണ്. എഗ്ഗ്, അത് ഇത് ഫ്രൂട്ട്സ്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. സിസ്റ്റർ താങ്ക് യു സോ മച്ച് സിസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. ഇത് റിനോഫിയ. എല്ലാവരുടെ പേര് മാറിപ്പോകും കേട്ടോ. സിസ്റ്റർ തമിഴ്നാട്ടിൽ നിന്നാണ്, കന്യാകുമാരിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഇനി ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ അവിടെ നിന്ന്
എൻ്റെ ഫോൺ വാങ്ങാനായിട്ട് എയർപോർട്ടിലോട്ട് വന്നു. ഞാൻ ബസ് എടുത്ത് എയർപോർട്ടിലോട്ട് വന്നു. ഇനി പോയിട്ട് നമ്മുടെ സിസ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ പുതിയ ഫോൺ വാങ്ങുവാണ്. സെയിം ഫോൺ തന്നെയാണ് മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 16 Pro Max. അത് തന്നെയാണ് ഞാനിപ്പോഴും വാങ്ങിച്ചത്. പുതിയതല്ല, കുറച്ച് പഴയതാണ് കേട്ടോ. അപ്പോൾ അതാണ് തൽക്കാലം പുതിയ മോഡൽ വാങ്ങാനുള്ള ഇതില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പഴയത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ചേച്ചി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എന്നെയാണ് ആക്ച്വലി ഓർമ്മ വന്നത് കേട്ടോ. പല സ്ഥലങ്ങളിൽ പോയി പല സുഹൃത്തിനെ സർപ്രൈസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകളായിട്ട് സർപ്രൈസ് ചെയ്യാനൊന്നും വയ്യ. വിമാന ഫ്ലൈറ്റുകളെല്ലാം കൂടുതലാണ് കേട്ടോ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോയാൽ. അവിടെ ആരൊക്കെയോ വന്ന് സർപ്രൈസ് കൊടുക്കുന്നവർക്ക്. താങ്ക് യു സിസ്റ്റർ. ഓക്കെ കേട്ടോ, താങ്ക് യു. അങ്ങനെ പാവം സിസ്റ്റർ കേട്ടോ, എനിക്ക് ഫോൺ കൊണ്ടുവന്നിട്ട് സിസ്റ്റർ അടുത്ത വിമാനത്തിൽ കയറിയിട്ട് വേറെ ഈ രാജ്യത്തിൻ്റെ തന്നെ വേറെ ഭാഗത്തോട്ട് പോവാം. അങ്ങനെ ഫൈനലി എനിക്ക് എൻ്റെ ഫോൺ കിട്ടി. ആ ഫോണിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് സിസ്റ്റർമാരോടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഹലോ ഹലോ ഹലോ. പുതിയ ഫോണിൽ പുതിയ വീഡിയോ. ലാസ്റ്റ് നൈറ്റ് അതെ. നാളെ ഞാൻ പോയില്ലെങ്കിലോ പുറത്താക്കും കേട്ടോ. കൊള്ളാം കേട്ടോ. ഇതാണ് യഥാർത്ഥ സ്വഭാവം. കണ്ടില്ലേ, നമുക്ക് വെരി അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വരുവാണ് കേട്ടോ. ഇറ്റ്സ് വെരി അൺഹെൽത്തി. ആരും കുടിക്കരുത് ഇതെല്ലാം. സാലഡ് ഈസ് ഹെൽത്തി. അടുത്ത ദിവസമായി എനിക്കിവിടെ വേണ്ടപ്പെട്ട ഒരു ഫാമിലി ഇവിടെ ലിമയിലുണ്ട്. മാത്രമല്ല ലിമയിൽ നിന്ന് ഞാൻ ഇന്ന് വിട പറയുവാണ് കേട്ടോ. അപ്പോൾ ആ ഫാമിലിയുടെ അടുത്ത് ഞാൻ ബൈയൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. Bien, ¿y tú qué tal? Bien, bien. Bien, qué bueno, qué bueno. Hola, ¿cómo estás? Hola, ¿qué tal? ¿Cómo estás? Bien? Sí. അങ്ങനെ ഫൈനലി എൻ്റെ അവസാനത്തെ ദിവസമാണ്. ഞാൻ വല്ലപ്പോഴും കുഞ്ഞു വീഡിയോ ആണ് എടുക്കാൻ തുടങ്ങുക. ഇന്നാണ് ഓർത്തത് ഇവിടെയുള്ള വേറെ സിസ്റ്റർമാരെ വീഡിയോയിൽ പോലും കാണിച്ചില്ല അത്. അപ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചു എന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ബാക്കി സിസ്റ്റർമാരെയൊക്കെ കാണിച്ചിട്ട് ഞാൻ ബൈ പറഞ്ഞു. കുറേ പേരെടുത്തൊക്കെ വേറെ സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ ബൈ പറഞ്ഞു. അപ്പോൾ sorry. Sister, hi. Thank you so much for hosting me. Sister from Tamil Nadu? Where sister? From Sivaganga. Sivaganga. Adu engeda? Sivaganga is a district. Okay. There. Okay. Thank you, sister. Thank you for hosting me. It was a pleasure to stay here. Thank you so much. Yeah, God bless you. Yeah, thank you so much, sister. Thank you. And sister, thank you for the food. Thank you again for your visit. Yes. Happy to have you. Have a good start again. Yes, you always give me passion fruit juice. Thank you so much. Yeah. Happy to serve you. Take care. Bye bye. Take care. Thank you, sister. ഫിലോ സിസ്റ്റർ ഉണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ല സിസ്റ്റർ. സിസ്റ്റർ പോവാണ് കേട്ടോ ഞാൻ. താങ്ക് യു. സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്നുള്ള മറാക്കുയൊക്കെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരു മറാക്കുയ ബോട്ടിൽ ജ്യൂസ്, ഇതാ മറാക്കുയ, നമ്മുടെ പാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. താങ്ക് യു സിസ്റ്റർ. Good to meet you. Wish you all the best. താങ്ക് യു. Thanks for everything. Thanks for the hospitality. Shiny sister, thank you. Thank you, Mahim. Un gusto escuchar. മലയാളത്തിൽ സന്തോഷം. ദൈവത്തിന്റെ എല്ലാ ആശംസകളും. Thank you, sister. Okay. Thank you for everything. Okay. Take care of. Next time we will meet in Ecuador or in Kerala. Come to my home, please. Very good. Thank you, Happy sister. to have you. മുടി നീട്ടി ഒരു മുസ്ലിം പയ്യൻ. Okay. Bye. Thank you so much. Thank you. Bye, sister. ഒരു വെരി ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാത്ത പല ഇതുമുണ്ട് കേട്ടോ. അതായത് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ടാണ് കേട്ടോ അവിടെ ഉള്ള എല്ലാ സിസ്റ്റേഴ്സും എൻ്റെ അടുത്ത് പെരുമാറിയത്. അപ്പോൾ ഞാനിനി ബസ് എടുത്തിട്ട് അരക്കിപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ നെക്സ്റ്റ് പോകുന്നത്. അരക്കിപ്പ എന്ന് പറയുന്നത് നമ്മുടെ സദേൺ ഭാഗമാണ്, പെറുവിൻ്റെ സദേൺ ഭാഗത്തോട്ടാണ് അരക്കിപ്പ. ഏകദേശം 18 മണിക്കൂർ ബസ്സിൽ ഇരുന്നിട്ട് വേണം പോകാനായിട്ട്. ഏകദേശം 700 കിലോമീറ്റർ അകലെ എന്തോ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാളിലാണ്. എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് അവിടെ കൊണ്ടുവന്ന് കൊണ്ടാക്കിയിട്ട് ഞാൻ ബസ് കയറി പോകും. ഇപ്പോൾ ഇരിക്കുന്നത് പ്ലാസ നോർത്ത് എന്ന് പറയുന്ന ലിമയിലെ ഒരു സ്ഥലത്താണ്. യെസ്, ടാറ്റാ, സീ യു. അങ്ങനെ ചാവോ ചാവോ. ഈ കാണുന്നതാണ്. ഇതുപോലുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്കോളിൽ.
അങ്കോണല്ല സോറി, നമ്മുടെ ലിമയിൽ ഇതുപോലുള്ള മലമുകളിലുള്ള കെട്ടിടങ്ങൾ, ഈ മലമുകളിലുള്ള കെട്ടിടങ്ങൾ കുറച്ച് പ്രസിദ്ധമാണ്, അൺസേഫിന് കുറച്ച് പ്രസിദ്ധമാണ്. പുതിയ ഫോൺ കൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ വയ്യ, പഴയ ഫോണും കുഞ്ഞു ഫോൺ കൊണ്ടും എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. കാരണം ഫോൺ പോയാൽ എനിക്ക് വയ്യ കേട്ടോ ഇനി കരയാൻ, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഞാനിതാണ്ട് ഗ്രാൻഡ് ടെർമിനൽ തെറസ്തെ പ്ലാസ നോർത്ത ടെർമിനലിലോട്ട് വന്നു ബസ് കയറാനായിട്ട്. ഞാൻ ഇവരുടെ ഓഫീസിൽ വന്നിട്ട് ടിക്കറ്റ് വാങ്ങിച്ചു. 100 സോളസാണ് കേട്ടോ. 20 മണിക്കൂറോളം യാത്ര ചെയ്യാനായിട്ട് 100 സോളസ് നമ്മുടെ നാട്ടിലെ 3000 രൂപ. ഇവിടെ ബാഗ് ഞാൻ കൊടുക്കുവാണ് ഇവർക്ക്. കാണുന്നതാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ കയറാനായിട്ട് എക്സ്ട്രാ ഒരു 200 രൂപ കൊടുക്കണം. അത് കൊടുത്ത് ഞാൻ പ്ലാറ്റ്ഫോമിൽ വന്നു. നമ്മുടെ ബസ് വന്നു. ഈ കാണുന്ന താക്ന ഇൻ്റർനാഷണൽ ബസ്സിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. നമ്മുടെ വിമാനമൊന്ന് ഞാൻ ബസ്സിലോട്ട് കയറുവാണ്. നല്ല അടിപൊളി ബസ്സാണല്ലോ വിമാനമൊന്ന്. ഇത് നമ്മുടെ അടിയിലത്തെ ഭാഗമാണ്. നല്ല രസമുള്ള ഇത് കേട്ടോ. ഇവിടെ നമ്മുടെ വാഷ്റൂം സംഭവങ്ങൾ. ഇവിടെ നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം എങ്ങനെയാണെന്ന്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. ഇവിടെ നമുക്ക് പ്രൈവസിക്ക് വേണ്ടി കർട്ടനൊക്കെ ഉണ്ട് കേട്ടോ, പ്രൈവസി കർട്ടൻ. ഇത് കുറച്ച് കൂടിയ സീറ്റ്. ഇതിനാണ് 100 സോളസ്. പിന്നെ കുറച്ച് കുറഞ്ഞതാണെങ്കിൽ 80 സോളസ്. 20, അതായത് നമ്മുടെ നാട്ടിൽ ഒരു 600 രൂപ കുറച്ച് കൊടുത്താൽ ഇതുപോലുള്ള സീറ്റാണ് കിട്ടുന്നത്. 600 രൂപ കൂടുതൽ കൊടുത്താൽ ഇതുപോലെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. നല്ല അടിപൊളി ബസ്.